അപ്പോൾ പല സ്ഥലത്തും ചെന്നിട്ട് ഇനി ഇത് നിർത്തിയാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ടാവും, ഒരുപാട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിർത്താതെ വളരെ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഗോപിയേട്ടന് തീർച്ചയായും അത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനിപ്പിക്കാൻ ക്കുന്ന നിമിഷത്തിൽ തോന്നിയ അല്ല, ഞാൻ എപ്പോഴും ഞങ്ങൾ ഗാന്ധി മന്ത്ര എന്ന് പറയുന്ന യാത്ര നടത്തിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ നിന്ന്, അദ്ദേഹം പ്രസിഡൻ്റാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഫ്ലാഗ് ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് വെറുതെ ഒരു ഡിക്ലറേഷൻ നടത്തി, ഈ ഫ്ലാഗ് 4 മാസം കഴിഞ്ഞ് യാത്ര അവസാനിക്കുമ്പോൾ ഡൽഹിയിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് കൈമാറും എന്നുള്ളത്. അതൊരു ഒരു ഒരു പ്രത്യാശയായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. യാത്ര തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ ഈ സാമൂഹ്യ പാഠത്തിൽ പഠിക്കുന്നതൊന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ഇന്ത്യയിൽ സൗന്ദര്യം മാത്രമല്ല, ഇന്ത്യയിൽ വിസ്മയം മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യയിൽ തീവ്രവാദികളുണ്ട്, വിഘടനവാദികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആസാമിൻ്റെ ബോർഡറിൽ ചെല്ലുന്ന സമയത്ത് അവിടെ തടഞ്ഞു നിർത്തുന്നു. ഞങ്ങൾ പെൺകുട്ടികളടക്കമുള്ള സംഘത്തിന് അവിടെ വഴിയിൽ തടഞ്ഞു നിർത്തി കഴിഞ്ഞ ശേഷം അതിനകത്ത് ഫ്ലാഗ് കത്തിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. പലപ്പോഴും തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ടാവുന്നു. പലപ്പോഴും നമ്മുടെ ട്രൂപ്പിലെ അംഗങ്ങൾ തന്നെ പറയും നമുക്ക് വീട്ടിലേക്ക് പോവാം, അമ്മയെ കാണണം, അച്ഛനെ കാണണം. പക്ഷേ ഒരു എന്താ പറയുക, മനസ്സിനകത്തൊരാഗ്രഹമുണ്ട് 4 മാസം ഇത് പൂർത്തിയാക്കണം എന്നുള്ളത്. കഷ്ടപ്പെട്ട് ഞങ്ങൾ ആ യാത്ര പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഫ്ലാഗുമായിട്ട് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഒരു പോക്കുമായിട്ട്, അപ്പോൾ ഞങ്ങൾ സംഘം ചേർന്ന് എല്ലാവരും വെള്ള ഡ്രസ്സ് അണിഞ്ഞ് ഈ ഫ്ലാഗ് കയ്യിൽ പിടിച്ചതിന് ശേഷം മൻമോഹൻ സിംഗിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഈ ഫ്ലാഗിൻ്റെ ചുരുളഴിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി എണീറ്റ് നിന്ന് ആ ഫ്ലാഗ് ഏറ്റുവാങ്ങിയൊരു നിമിഷം ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അനുഭൂതി ഉണ്ടായിട്ടുള്ളൊരു നിമിഷമാണെന്ന്. ശരിയാണ്, ഇപ്പോഴും പറയുമ്പോഴും എനിക്കത് എന്താ പറയുക, അതുപോലുള്ള ഒരു തീർച്ചയായിട്ടും. വെള്ളം കാണുമ്പോഴും വെള്ളത്തിലൊരു മാജിക് കാണിക്കാൻ ഒരുപാട് മാജിക്കുകൾ കാണിച്ചിട്ടുണ്ടല്ലോ. വെള്ളം ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന മാജിക് എന്ന് വെച്ചാൽ ഇപ്പോഴും ചിന്തിക്കാൻ വയ്യ കേട്ടോ. ഞാൻ പെരുന്തേനരുവിയില്ലേ, പെരുന്തേനരുവി എന്ന് പറയുന്ന ആ അരുവിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പെരുന്തേന അരുവിയല്ല, ശരിക്കും അതൊരു വലിയ പുഴയാണ്, ഗംഭീരമായിട്ടുള്ള പുഴയാണ്, അപകട സാധ്യത നിറഞ്ഞൊരു പുഴയാണ്. പിന്നെ അതിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപാരമാണ്. പിന്നെ ഈ പാറ ഇടുക്കുകളുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ആ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല, എവിടേക്ക് പോയിന്ന് പിടിയിട്ടില്ല, വാനിഷിംഗ് മാജിക് ആയിരിക്കും. അപ്പോൾ അതിനകത്തൊരു എസ്കേപ്പ് ആക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബോക്സിനകത്ത് മജീഷ്യനെ വരിഞ്ഞു കെട്ടി ചങ്ങലയിട്ട് പൂട്ടി ഈ പെരുന്തേനരുവിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതിനകത്ത് രക്ഷപ്പെട്ടു. ഞാനത് ഇവിടുന്ന് കാണിക്കാൻ പറ്റില്ല, ഞാനതിൻ്റെ ക്ലിപ്പിംഗ് തരാം. ഒരു ഭയങ്കര ഫെന്റാസ്റ്റിക് മാജിക് ആയിരുന്നു അത്. ഈ പെരുന്തേനരുവിയെ ഒരിക്കൽ കൂടി തൊട്ട് വണങ്ങിക്കൊണ്ട് ഞാൻ മാജിക് ആരംഭിക്കുകയാണ്. ഇനി രണ്ടാമത്തെ തലത്തിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. താങ്ക് യു വെരി മച്ച്. സ്വാഭാവികമായും റിസ്ക് ഉള്ള മാജിക്കുകളാണ്, ജീവൻ നഷ്ടപ്പെടുന്ന പല അവസരങ്ങളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത്തരം മാജിക്കുകളിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ മകൻ ഇപ്പോൾ ചെറിയ കുട്ടിയാണ് എങ്കിലും അമ്മയുടെയൊക്കെ ഒരു കൺസേൺ, ഒരു ഭയം എന്തായിരിക്കും അവരുടെ ഒരു എക്സ്പീരിയൻസ്? സ്വാഭാവികം. എന്താ പറയുക, ഇത് അമ്മ, വൈഫ്, അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവൻ ഇത്തരം മാജിക്കുകളിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് തുടങ്ങുന്ന സമയത്ത് മുതൽ തന്നെ നമ്മളെ വിളിക്കാൻ തുടങ്ങും, വേണ്ടാന്ന് പറയുന്നത്, കരയാൻ തുടങ്ങും. ആ ദിവസത്തിനോട് അടുക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലെ ഹൃദയമിടിപ്പ് കൂടുന്നതും അതിൻ്റെ താളം തെറ്റുന്നതും അതുപോലെ തന്നെ അതിൻ്റെ വേദനകളും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ഇതേപോലൊരു പ്രശ്നം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതായത് ഇത്തരം മാജിക്കുകൾ കാണിക്കണം എന്നുള്ളൊരു വല്ലാത്തൊരു ത്വര, ഒരു വല്ലാത്തൊരു ആഗ്രഹം. പക്ഷേ പലപ്പോഴും ആ മാജിക്കുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വേണ്ടാന്ന് വെക്കാറുണ്ട്. പക്ഷേ അത് ചെയ്താലേ ചെയ്തു എന്നാവുള്ളൂ. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ,
അപ്പോൾ ഫയർ എസ്കേപ്പ് ആക്ട് തീയിനുള്ളിലൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞ ശേഷം ജനക്കൂട്ടത്തിന് നടുവിൽ വന്നിട്ട് നമ്മൾ ആ വിജയിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സംതൃപ്തി. വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് ഒരുപാട് അപകടങ്ങളെ തരണം ചെയ്ത് മുന്നേറുന്ന സമയത്ത് കിട്ടുന്നൊരു സംതൃപ്തി. അത് എന്താ പറയുക, അത് അങ്ങനെ ചെയ്തേ തീരൂ എന്നുള്ളൊരു തോന്നലിൻ്റെ പേരിൽ ചെയ്തു പോകുന്നു. പലപ്പോഴും സ്വാഭാവികമായിട്ട് മാനുഷികമായിട്ട് അവർക്ക് വരുന്ന വേദനകളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ കരച്ചിലുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനൊക്കെ അങ്ങോട്ട് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ആ മാജിക്കുകൾ കാണിക്കുന്നു, അതുകൊണ്ട് നടക്കുന്നു. അതാണ് അതിൻ്റെ ഒരു സത്യം. അതെ, ഓക്കെ. അപ്പോൾ ഈ ഒരു ഗ്രാമാന്തരീക്ഷം, കാട്, പുഴ, ഇതിനിടയിൽ നിന്ന് ഇത് വളരെ റിമോട്ടായിട്ടൊരു പ്രദേശം, ഇവിടേക്ക് ഒരു മജീഷ്യനെ ആദ്യം കണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാജിക് ഒന്ന് ഉള്ളിൽ വീണത്? ആദ്യമായിട്ട് മജീഷ്യനെ കണ്ടത് ഇവിടെ വെച്ചാണോ? മജീഷ്യൻ ആദ്യമായിട്ട് ഞാൻ കണ്ടത് സ്കൂളിൽ വെച്ചിട്ടാണ്. എൻ്റെ സ്കൂളിൽ ഒരു ജാലവിദ്യക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു പാമ്പാട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പാമ്പാട്ടി ജാലവിദ്യ കാണിക്കും, തെരുവിൽ മാജിക് കാണിക്കുന്ന. അത് ഇവിടെ തന്നെയാണ്, നാട്ടിൽ തന്നെ? അല്ല, നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ വല്ലപ്പോഴും പോകുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു പാമ്പാട്ടി ഉണ്ടായിരുന്നു. ദാദാ സാഹിബ് എന്ന് പറയുന്നൊരു പാമ്പാട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പാമ്പാട്ടിയുടെ അടുത്ത് മാജിക് കാണാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി പോയതും അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചതായിട്ടുള്ള ഒരു കഥ വേറെയുണ്ട്. അതൊക്കെ സാധാരണ പറയുന്ന. പക്ഷേ ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ വെച്ചിട്ടാണ് ഒരു മജീഷ്യനെ കാണുന്നത്. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഭാവം എനിക്ക് ഓർമ്മ, ഒരു ഫ്രഞ്ച് താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മജീഷ്യനായിരുന്നു. അപ്പോൾ സ്കൂളിലാണ് പഠിച്ചത്? ഇവിടെ കവളമുക്കട്ട എൽ പി സ്കൂൾ. അപ്പോൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ വെച്ചിട്ടാണ്. അതെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം. എൽ പി സ്കൂളിൽ പോയിട്ട് അവിടുത്തെ അതേ പശ്ചാത്തലത്തിൻ്റെ കാര്യങ്ങൾ പറയാം. ഇതാണ് പ്രജേഷിൻ്റെ കവളമുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂൾ, ആദ്യത്തെ പള്ളിക്കൂടം. അതെ അതെ, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഈ സ്കൂളിലായിരുന്നു. ഞാൻ ഇതിലല്ല കേട്ടോ പഠിച്ചത്, ഇവിടെ ഈ ബിൽഡിങ്ങിലാണ് പഠിച്ചത്. അതിനുശേഷം വന്ന ബിൽഡിങ്ങാണിത്. അന്ന് മാജിക്കിനെയൊക്കെ സ്വപ്നം കണ്ട് അച്ഛൻ പറഞ്ഞ കഥകളിലൂടെ മാജിക്കിനെ കുറിച്ചുള്ള ചിന്തകളുമായിട്ട് ജീവിച്ച സ്കൂള്. ആദ്യത്തെ മാജിക്കാരനെ കണ്ടത് ഈ സ്കൂളിൽ വെച്ചിട്ടാണ്. പക്ഷെ അന്ന് യാതൊരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരേ ഒരു സാധനം ഈ ബെല്ലാണ്. കണ്ടോ, ഇതിപ്പോഴും അതേപോലെ ഇപ്പോഴും ഉണ്ട്. ചരിത്രമുള്ളൊരു ബെല്ലാണ്. അതെ 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 അതെ. അല്ല, ഞാൻ ഈ സ്കൂളിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഓർക്കുന്നതേ, കുഞ്ഞ് കുട്ടിയാവുന്ന സമയത്ത് എൻ്റെ മാജിക്കിൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറയുന്നത് വിജയേട്ടനാണ്. ചെറിയമ്മയുടെ മകൻ വിജയേട്ടനായിരുന്നു. അപ്പോൾ വിജയേട്ടൻ വീട്ടിൽ വന്നിട്ട് കൊച്ചു മാജിക്കുകൾ കാണിക്കും. അപ്പോൾ വിജയേട്ടൻ്റെ സഹായിയാണ് ഞാൻ, അസിസ്റ്റൻ്റാണ്. പിന്നെ കുറേ കരയുന്ന സമയത്ത് വിജയേട്ടൻ ഈ മാജിക്കിൻ്റെ സൂത്രപ്പണി പറഞ്ഞു തരും. അപ്പോൾ ഇത് ആരുടെയെങ്കിലും മുമ്പിൽ കാണിക്കണ്ടേ. സ്കൂളിലേക്ക് എന്നെ കൊണ്ടുവരികയും അതുപോലെ തന്നെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നൊരു മുത്തുകടത്തി ഉണ്ടായിരുന്നു. ഈ മുത്തുകടത്തിൻ്റെ മുമ്പിലാണ് ആദ്യം മാജിക് കാണിക്കുക. കല്ലുപയോഗിച്ചുള്ള മാജിക്ക്, പൂച്ചെടിക്ക ഉപയോഗിച്ചുള്ള മാജിക്ക്. അപ്പോൾ മുത്തുകടത്തി ഇങ്ങനെ കണ്ണിൽ വല്ലാതെ വിസ്മയം ഉണ്ടാക്കും. കുട്ടിയെ എന്തൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അതാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മുത്തുകടത്തിക്ക് എൻ്റെ മാജിക്കിൻ്റെ രംഗത്തേക്ക് എന്നെ വരുത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു റോളുണ്ട്. കാരണം അന്ന് മുത്തുകടത്തി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നമ്മളിത് വിട്ട് കളയുമായിരുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇവിടുന്ന് മാജിക്ക് കണ്ട സ്ഥലം ഇവിടെ ഒരു എന്ത് മാജിക്കാണ് കണ്ടത്? ആദ്യം കണ്ട മാജിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ള മാജിക്ക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ തലമുറിക്കുന്ന, ഒരു കുട്ടിയുടെ തലമുറിക്കുന്ന മാജിക്കുണ്ട്. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഞാൻ ഈ ഒരു കുസൃതിയാണ് കേട്ടോ. ആദ്യം കണ്ട മാജിക്കിൻ്റെ ചെറിയ ഓർമ്മയാണ്. അപ്പോൾ ഒരു മജീഷ്യൻ വന്നിട്ടേ അവിടെ ആ ഭാഗത്തായിട്ടൊരു സ്റ്റേജ് എന്നാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ ഇയാളിങ്ങനെ കാർഡ്സ് എടുത്തതിന് ശേഷം അതിനകത്ത് ഇങ്ങനെ 1 2 3 4 5 6 കാർഡ് എണ്ണിയെടുത്തതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ 1 2 3 കാർഡ് വളരെ കാഷ്വലായിട്ട് എറിഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് 3 ആണല്ലേ വരുന്നത്. പക്ഷേ ഈ മജീഷ്യൻ കൗണ്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 1 2 3 4 5 6 കാർഡ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ അങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. പിന്നെ അദ്ദേഹം വളരെ കാഷ്വലായിട്ട് അതിനകത്ത് 1 2 3 കാർഡിന് വലിച്ചെറിയും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് അതല്ലോ 6 - 3 3 എന്നല്ലേ. പക്ഷെ പുള്ളി കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6. അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ, പുള്ളി വീണ്ടും കാണിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുന്ന സമയത്ത് പുള്ളി വളരെ കാഷ്വലായിട്ട് അതിനകത്ത് 1 2 3 കാർഡ് വലിച്ചെറിയും. അതിനുശേഷം 1 2 3 4 5 6. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുട്ടികളെ പ്ലാൻ ചെയ്തു, എല്ലാവരും കൂടിയിട്ട് ഒന്നുകൂടി ചെയ്യാമോ എന്ന് ചോദിച്ചു. എല്ലാവരും കൂടി ഒന്നുകൂടി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കാഷ്വലായിട്ട് 1 2 3 വളരെ കാഷ്വലായിട്ട് എടുത്തിടും. അതിനുശേഷം നോക്കുമ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ ഒരു മാജിക് ആദ്യം കാണിച്ചെനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുസൃതി മാജിക്കുകൾ. പക്ഷേ ഇപ്പോൾ മനസ്സിൽ കിടക്കുന്ന കുറേ മാജിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പൂക്കളെ കൊണ്ടുള്ള മാജിക്കുകൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഓർമ്മയില്ല എനിക്ക്. ഇങ്ങനെയുള്ള ചില മാജിക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം എന്താ അത്? നൂല് അല്ലേ? നൂലിൻ്റെ നിറം എന്താ? ചോപ്പ് അല്ലേ?
ഈ നൂല് ഞാൻ എന്താ ചെയ്യണമെന്നറിയോ? നിങ്ങൾക്ക് കണ്ടോ മാജിക്ക്? കണ്ടേ? അടുത്തേക്ക് വാ. അപ്പോൾ ഈ നൂല് എന്താ ചെയ്യണമെന്നറിയോ? നൂലിന് ആദ്യം ഇങ്ങനെ മുറിച്ചു. ഇപ്പോൾ എത്ര കഷ്ണമായി? 2 കഷ്ണമായി. ഒന്ന് ചെറുത്, ഒന്ന് വലുത്. വീണ്ടും ഇത് ചേർത്ത് വെച്ചു. ഒരു പ്രാവശ്യം കൂടി മുറിച്ച എത്ര പീസായി? ഉറക്കപ്പറ. 3. വീണ്ടും ചേർത്ത് വെച്ചു. വീണ്ടും മുറിച്ച് കഴിഞ്ഞാൽ എത്ര പീസായി? 4. വീണ്ടും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മുറിച്ചാൽ 5. അപ്പോൾ നമ്മളെ കവളമുക്കട്ടക്കാർക്ക് നന്നായിട്ട് എണ്ണാൻ അറിയാം അല്ലേ? ഇപ്പം എത്ര പീസായി? 6. അപ്പോൾ 1 2 3 4 5 6 അല്ലേ? ഞാൻ ഈ 5 പീസ് ഇവിടെ വെച്ചു, 1 പീസ് ഇവിടെ വെച്ചു. ഇതിനെങ്ങനെ ചുരുട്ടി 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 കമ്പിളി നൂലിൻ്റെ ഒരു ബണ്ടിലാക്കി മാറ്റി അല്ലേ? ഈ 1 പീസ് ഇവിടെ മുൻകൂട്ടി സൂക്ഷിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റി കെട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? ചുറ്റി കെട്ടി കഴിഞ്ഞാൽ അങ്ങനെ വരും അല്ലേ? ഇനിയാണ് മാജിക്ക്. നോക്കിക്കോണം. 1 2. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കയ്യടിക്കുന്നാല് ഓക്കെ. കുഞ്ഞു പോട്ടെ പോട്ടെ. അപ്പോൾ വീട്ടിൻ്റെ മനോഹരമായ നാട്, ഈ ഗ്രാമത്തിലെ സ്കൂള് ഒക്കെ കണ്ടു. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എല്ലാം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ കുട്ടികൾ കുറേ മാജിക്കുകൾ കണ്ടു. അപ്പോൾ ഇത് എല്ലാ കാലത്തും വീട്ടിൻ്റെ മനസ്സിൽ ഈ ഗ്രാമവും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ എപ്പോഴും എന്താണ് ഒരു ചില്ലിട്ട അലമാരിക്കകത്ത് വെച്ചതുപോലത്തെ ചിത്രങ്ങൾ പോലെ ഉണ്ടാവും. പക്ഷെ എൻ്റെ മനസ്സിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും മറന്നു. തീർച്ചയായും എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ. ചേർന്നിട്ട് അതും ഈ സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അതെ, സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പഴയ ഓർമ്മകളുള്ള ഒരു ഫോട്ടോ. ഓക്കെ.